ഇതുപോലെ നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം അംഗീകരിക്കൂല. എന്തേ? കോടതിയിൽ ഹാജരാക്കി കോടതി വിചാരണ ചെയ്ത് വിധിക്കണം. വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ ഒരിക്കലും ഒരു രാജ്യത്തും സമാധാനം ഉണ്ടാകൂല. കുഴപ്പം തന്നെ. അതല്ലേ സിറിയയിൽ സംഭവിക്കുന്നത്, അതല്ലേ യമനിൽ സംഭവിക്കുന്നത്, അതല്ലേ അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നത്, അത് തന്നെയല്ലേ പല മുസ്ലിം രാഷ്ട്രങ്ങളിലും. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരും നിയമം കയ്യിലെടുത്ത് തമ്മിലടിച്ച് എത്ര മുസ്ലിം രാഷ്ട്രങ്ങളാണ് തകർന്നു പോയത്. എത്ര മുസ്ലിമീങ്ങൾ, പാവപ്പെട്ട കുട്ടികളും ഉമ്മമാരും വയസ്സന്മാരും ഒക്കെയാണ് ഇങ്ങനെ ബോംബിങ്ങനെ വന്ന് വർഷിക്കുമ്പോൾ അതിന്റെ വേദനകൾ സഹിക്കുന്നത്. കാരണം എന്താണ്? വ്യക്തികൾ നിയമം കയ്യിലെടുത്തതല്ലേ. വ്യക്തികൾ നിയമം കയ്യിലെടുക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കണം. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. വിവരമില്ലാത്ത ആളുകൾ അവരെ തടീച്ചക്കനുസരിച്ച് പലതും പറയും, പലതും ചെയ്യും. അതൊന്നും നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം, ശരീഅത്തിന്റെ നിയമം അംഗീകരിച്ച് ജീവിച്ചു കൊള്ളണമെന്ന് ഖുർആൻ. ആ ശരീഅത്തിന്റെ നിയമം 100% അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന 12 ആളുകൾ, മാലിക് ഇബ്നു ദീനാർ തങ്ങളും ശറഫ് ഇബ്നു മാലിക് തങ്ങളും അതേ അങ്ങനെയുള്ള മഹാന്മാർ ഇന്ത്യയിൽ വന്നപ്പോ ഇന്ത്യ രാജ്യം മർഹബാ അഹ്ലൻ വസഹ്ലാ, അവർക്ക് തുറന്നു വെച്ച രാജ്യമായി. അവർക്ക് ഇവിടെ ഇസ്ലാം ദീനിന്റെ ദഅവത്ത് നടത്താൻ സാധിച്ചു. അവരിവിടെ ഇസ്ലാം ദീൻ അവരുടെ ശരീര ജീവിതത്തിൽ പകർത്തി കാണിച്ചപ്പോ ഇതാണ് ശരിയായ മാനവികത, ഇതാണ് ശരിയായ ജീവിതമെന്ന് കണ്ട് മനസ്സിലാക്കിയ ആളുകൾ കൂട്ടമായി നമ്മുടെ മുൻഗാമികൾ ഇസ്ലാമിലേക്ക് വന്നു. അവര് ശരിയായ ആലിമീങ്ങളാണ്, അവര് വിവരമുള്ളവരാണ്, ആ വിവരമനുസരിച്ച് ജീവിതം നയിച്ചവരാണ്, ജനങ്ങളെ ആ ജീവിത രീതി പഠിപ്പിച്ചവരാണ്. ആ ഒരു ജീവിത രീതി ഇവിടെ ഉണ്ടാകണമെങ്കിൽ ആലിമീങ്ങളെ അംഗീകരിച്ച് ജീവിക്കണം. ആലിമീങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടാകണം. ആ ആലിമീങ്ങളെ അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ അല്ലാഹുവിന്റെ സഹായം, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്നത് അല്ലാഹ് ഏറ്റെടുത്ത കാര്യമാണ്. നമ്മൾ മുത്തഖീങ്ങളാകണം, പൂർണ്ണ മുത്തഖീങ്ങളാകണം. കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. സുബ്ഹി ഖളാക്കുന്ന മുസ്ലിമായാ പറ്റൂല, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവനായാ പറ്റൂല. അതുപോലെ നമ്മളെ നാവ് കൊണ്ട് എല്ലാവരോടും നല്ലത് പറയണം. ഖൂലൂ ലിന്നാസി ഹുസ്നാ, ഖുർആനാണ്. ജനങ്ങളോട് നല്ലത് പറയണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയത് കാണാം. അപ്പുറത്ത് യഹൂദിയായാലും നസ്രാനിയായാലും ഏത് മതക്കാരനായാലും നല്ലത് പറയണം. പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്, ചീത്ത വിളിക്കരുത്, തെറി പറയരുത്, നല്ല വാക്ക് പറയണം. പരിശുദ്ധ ഖുർആനാണ്. ഇത് ഫഅബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം ولا يلقى ما يلقاها إلا ذو حظ عظيم. سبحان الله. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ കുറ്റം പറഞ്ഞു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വിവരം അറിഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഒരു കൊട്ടയെടുത്തു. ആ കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ചു. എന്നിട്ട് കുറ്റം പറയുന്ന ആൾക്ക് കൊടുത്തയച്ചു. കുറ്റം പറയുന്ന ആൾക്ക് ഒരു കൊട്ട നിറയെ ഈത്തപ്പഴം. അത് കിട്ടിയപ്പോ അയാൾ ചോദിച്ചു, എന്തേ എനിക്കിങ്ങനെ ഈത്തപ്പഴം കൊടുത്തേക്കാൻ കാരണം? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ നിന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഖുർആനോത്തും അങ്ങനെ ഒരുപാട് ആഖിറത്തിലേക്ക് സമ്പാദിച്ച സമ്പാദ്യങ്ങൾ നീ എനിക്ക് ഹദിയ ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ദുനിയാവിലേക്ക് സമ്പാദിച്ച കുറച്ച് നിനക്ക് അങ്ങോട്ടും ഹദിയ ചെയ്യാൻ വിചാരിച്ചു.
ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ചാൽ വീഴ്ത്തപ്പെടും. കുറച്ചങ്ങോട്ട് തരാം, നീ ആഖിറത്തിലേക്ക് സമ്പാദിച്ചു വെച്ച കുറെ ഇങ്ങോട്ട് കൊടുത്തയച്ചില്ലേ, എനിക്ക് നിസ്കാരം നോക്കില്ല എനിക്ക് കൊടുത്തയച്ചില്ലേ. കുറ്റം പറയുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ വേറൊരുത്തർ കുറ്റം പറഞ്ഞാൽ നമ്മൾ നോമ്പ് നിസ്കാരമൊക്കെ അയാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാണ്. ഓരോ നിസ്കാരവും നോമ്പൊക്കെ ഇങ്ങനെ. അതുകൊണ്ടാ ഒരു മഹാൻ ഒരിക്കൽ പറഞ്ഞത്, ഞാൻ ഒരാളെ കുറ്റവും പറയൂല, അഥവാ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെത് പറയും. അതെന്താന്ന് ചോദിച്ചു, എന്റെ നിസ്കാരം നോമ്പൽ ഉമ്മാക്കല്ലേ കിട്ടിയ പുറത്തു പോകില്ലല്ലോ. അതുകൊണ്ട് ഉമ്മാന്റെ കുറ്റം പറയാന്നല്ല പറഞ്ഞതിനാണ്. അപ്പൊ നമ്മൾ അമലൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ കുറ്റം പറഞ്ഞിട്ട് അവന്റെ പേരിലേക്ക് അവന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഗീബത്ത് പറയുന്നവനാകാൻ പാടില്ല. നമീമത്ത് പറയുന്നവനാകാൻ പാടില്ല. നിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങളെ പറ്റി അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇതേപോലെ ഇവൻ അപ്പുറം പോയി പറയൂ എന്നെ പറ്റി. ഉറപ്പാണ്, നിന്നോട് ഏഷണി പറയുന്നവൻ, പരസ്പരം തെറ്റിക്കാൻ സംസാരിക്കുന്നവൻ നിന്നെ സംബന്ധിച്ച് തിരിച്ചും പറയൂ എന്ന ബോധം നിനക്കുണ്ടാകണം. അവനോട് പറയണം, അയാൾ പറഞ്ഞോട്ടെ, നീ എന്തിനാ നോക്കുന്നത്, എനിക്ക് കുറെ നിസ്കാരം നോക്കൽ കിട്ടിക്കോട്ടെ, നീ എന്തിനാ ഇല്ലാണ്ടാക്കുന്നത്. പിന്നൊരിക്കലും അവൻ വന്ന പറയൂല, പിന്നെ അവനത് പറയൂല. നമ്മൾ ഏഷണികളിൽ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ നേർക്ക് നേരെ ജീവിക്കണം. അതാണ് ഇസ്ലാം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത തന്നെ ഖുർആൻ പറഞ്ഞ എന്താണ്? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. നബിതങ്ങൾ അല്ലാഹ് പറഞ്ഞേച്ച ആളാണ് നിശ്ചയം. ഖുർആൻ സാക്ഷിയാണ്, ഖുർആൻ അതിന് സാക്ഷിയാണ്. ആ നബിതങ്ങളോട് ആരും വിരോധം വെക്കേണ്ടതില്ല. കാരണം ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെയുള്ള ജീവിത രീതിയിൽ ആ പന്ഥാവിൽ നയിക്കുന്ന ആളാണ്. ഒരു വളവുമില്ല, ആക്രമമില്ല, നീതിയില്ല. എല്ലാവരും നന്നാകണമെന്ന ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കയിൽ ബാങ്ക് കൊടുത്തിരുന്ന സഹാബിയാണ്. എങ്ങനെയാണ് മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് കൊടുക്കാനുള്ള ആ ഒരു ഉദ്യോഗം കിട്ടിയതെന്നറിയാമോ? ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. ധാരാളം പട്ടാളക്കാര് കൂടെയുണ്ട്. ആ പട്ടാളത്തിൽ ഒരു അമുസ്ലിം സഹോദരനുമുണ്ട്. മുസ്ലിം പട്ടാളത്തിൽ ഒരു അമുസ്ലിം സഹോദരനുണ്ട്. ആ മുസ്ലിം സഹോദരന്റെ പേരാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. അദ്ദേഹത്തിന്റെ ആയുധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് കടം വാങ്ങിയിട്ടുമുണ്ട്. അദ്ദേഹം ഞാനും നിങ്ങളെ കൂടെ പട്ടാളത്തിൽ ചേരട്ടെ എന്ന് പറഞ്ഞപ്പോ അതിന് സമ്മതവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബിതങ്ങൾക്ക് വർഗീയതയില്ല. നബിതങ്ങൾ സഫ്വാൻ ഇബ്നു ഉമയ്യയെ മുസ്ലിം പട്ടാളത്തിൽ അംഗമാക്കിയിട്ടുണ്ട്. ചരിത്രമാർക്കും നിഷേധിക്കാൻ കഴിയൂല. ഒരിക്കലും ഹബീബ് നബിതങ്ങളുടെ പേരിൽ ആരും വർഗീയത ചുമത്തണ്ട. മുസ്ലിം സമുദായത്തെ ആരും വർഗീയ സമുദായമായി കാണുകയും വേണ്ട. ഇസ്ലാം എന്താണെന്ന് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം. ഓ സഹോദരന്മാരെ, ആ യുദ്ധം കൈവരിച്ച് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. പട്ടാളത്തിന്റെ കൂടെ വരുന്ന സമയത്ത് അബൂ മഹ്ദൂറ പറയാണ്, ഞങ്ങൾ കുറച്ച് യുവാക്കൾ ഇസ്ലാമിന്റെ വിരോധികളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. എനിക്ക് എന്റെ മനസ്സിൽ ഏറ്റവും വെറുപ്പുള്ള ആള് മുഹമ്മദ് നബിയാണ്. വലിയ വെറുപ്പാണ് അദ്ദേഹത്തോട്. അങ്ങനെ ഞങ്ങൾ യുവാക്കൾ ഇങ്ങനെ ഇരിക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടാളത്തിൽ നിന്ന് ഒരാൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടു. ബാങ്കിനോടും എനിക്ക് വലിയ വെറുപ്പാണ്, നബിയോടും വെറുപ്പാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പരിഹസിച്ചിട്ടൊരു ബാങ്ക് വിളിക്കാമെന്ന് ഞങ്ങൾക്ക് തോന്നി, സ്വീപ്പാക്കിയിട്ടൊരു ബാങ്ക്. അങ്ങനെ ഞാൻ ഉറക്കെ തിരിച്ച് ഞാനും ഒരു ബാങ്ക് വിളിച്ചു. സ്വീപ്പാക്കാൻ വേണ്ടി ബാങ്ക് വിളിച്ചതാണ്. ബാങ്ക് വിളിച്ച് കഴിയുമ്പോഴേ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിൽ നിന്ന് നബി തങ്ങൾ ഒരാളെ പറഞ്ഞേക്കുന്നു, ആ ചെറുപ്പക്കാരെ മുഴുവനും കൂട്ടിക്കൊണ്ടുവരണം.
ആ സൈന്യം അങ്ങനെ തന്നെ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിലെത്തിയപ്പോ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഉറക്കെ ശബ്ദിച്ച് ബാങ്ക് വിളിക്കുന്നത് കേട്ടത്? എല്ലാവരും പറഞ്ഞു ഞാനാണ്. എല്ലാവരും എന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചു. അവർ പറഞ്ഞു നേരാണ്, ഞാൻ തന്നെയാണ് ഉറക്ക ബാങ്ക് വിളിച്ച് സ്വീപ്പാക്കിയത്. അപ്പ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ പോയിക്കോളി, ഈ കുട്ടി ഇവിടെ നിന്നോട്ടെ. സുബ്ഹാനല്ലാഹ്, എന്നെ അവിടെ തന്നെ നിർത്തി. എന്നിട്ട് എന്നോടെന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് ബാങ്കിന്റെ വാചകം പറഞ്ഞു തരാം, നീ ഒന്ന് ബാങ്ക് വിളിക്കൂ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ അല്ലാഹു അക്ബർ വാചകം ഓരോന്ന് എനിക്ക് പറഞ്ഞു തന്നു. എന്നെ കൊണ്ടൊരു ബാങ്ക് വിളിപ്പിച്ചു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം വെള്ളി അടങ്ങിയ ഒരു പാത്രം എനിക്ക് പ്രസന്റേഷൻ തന്നു. ആരാണിത്? അബൂ മഹ്ദൂറ. ആരാ? ബാങ്കിനെ പരിഹസിച്ച് ബാങ്ക് കൊടുത്ത ആളാണ്. നബി തങ്ങളെ കാരുണ്യം നോക്കണേ, ആ ചെറുപ്പക്കാരൻ